ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരാളെ പോലെയാകാൻ മറ്റൊരാൾക്ക് കഴിയില്ല. എന്നാൽ ചിലർ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ മാതൃകയാക്കേണ്ടതാണ്. സ്വന്തം വീട്ടിലെ സന്തോഷം അത് ഇല്ലാത്തവർക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുകയാണ് കടിയങ്ങാട് സ്വദേശി CH ഇബ്രാഹിംകുട്ടി. തന്റെ മകളുടെ വിവാഹത്തോടൊപ്പം മറ്റൊരു പെൺകുട്ടിയെ കൂടി മംഗല്യവതിയാക്കിയിരിക്കുകയാണ് CH. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയത്തിന്റെ ഫലമായി തൊഴിലാളികളും തൊഴിൽ മേഖലയും പ്രതിസന്ധി നേരിടുകയാണെന്ന് MV ജയരാജൻ. കോഴിക്കോടിനടുത്ത പന്നിയങ്കരയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞോടി, വീടുകൾക്ക് നാശനഷ്ടം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം, ഡിവൈഎഫ്ഐ റീജിയണൽ മാനേജരെ ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മെഡിക്കൽ കോളേജ് KHRWS പേ വാർഡുകളിലേക്ക് മാനദണ്ഡം പാലിക്കാതെ താൽക്കാലിക നിയമനം നടത്തിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റീജിയണൽ മാനേജരെ ഉപരോധിച്ചു. പത്രപരസ്യം കണ്ട് 1000-ഓളം ആളുകൾ തോപ്പുജോലിക്കായി 7 മണിയോടെ റീജിയണൽ ഓഫീസിലെത്തിയെങ്കിലും ഇന്റർവ്യൂ മാറ്റിവെച്ചെന്ന അറിയിപ്പ് വന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. നിയമന കോഴ നടന്നെന്ന ആരോപണം ശക്തമായതോടെ അന്യ ജില്ലകളിൽ നിന്നെത്തിയ സ്ത്രീകളടക്കമുള്ള ഉദ്യോഗാർത്ഥികളാണ് വെട്ടിലായത്. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി കോഴിക്കോട് റീജിയന് കീഴിൽ പേവാർഡുകളിലേക്ക് താൽക്കാലിക തൂപ്പുജോലിക്കായി നിയമിക്കാനുള്ള കൂടിക്കാഴ്ചയാണ് തിങ്കളാഴ്ച രാവിലെ മെഡിക്കൽ കോളേജ് KHRWS റീജിയണൽ ഓഫീസിൽ വെച്ച് നടന്നത്. പത്രപരസ്യപ്രകാരം കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകളടക്കം 1000-ഓളം ഉദ്യോഗാർത്ഥികളാണ് അതിരാവിലെ തന്നെ മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള റീജിയണൽ മാനേജറുടെ ഓഫീസിലെത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് എത്തിയവർക്ക് ഇന്റർവ്യൂവിനുള്ള ഫോമുകൾ വിതരണം ചെയ്തുവെങ്കിലും അപേക്ഷകരുടെ ആധിക്യം കാരണം ഇന്റർവ്യൂ നടത്താൻ ബുദ്ധിമുട്ടാവുമെന്ന ന്യായമാണ് അധികാരികൾ സ്വീകരിച്ചതെന്നും ഇത് കോഴ വിവാദം നടന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്നും കൂടിക്കാഴ്ചയ്ക്കെത്തിയവർ ആരോപിച്ചു. തുടർന്നാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റീജിയണൽ മാനേജർ IP മുഹമ്മദിന്റെ ഓഫീസ് ഉപരോധിച്ചത്. വെറും 6 തൂപ്പുജോലിക്കാരുടെ ഒഴിവിലേക്ക് മുൻകൂർ പണം വാങ്ങി നിയമനം നടത്തി എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചായിരുന്നു ഉപരോധം. നിയമസഭയ്ക്കകത്ത് പറയാം, KHRWSനകത്ത് ഒരാളെ നിയമിക്കാനുള്ളതില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനകത്ത് രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ ഡെയിലി വേജായിട്ട് വിൽക്കണം എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാ ഇതിന്റെ അകത്താക്കുക? ഇത് കോൺഗ്രസ് ഓഫീസൊന്നല്ലോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നല്ലോ. ഉപരോധത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടിക്കാഴ്ച മാറ്റിവെച്ചതായി അറിയിപ്പ് വന്നതോടെ സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. മഞ്ചേരി, മലപ്പുറം, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഒരു ദിവസത്തെ ജോലി ഒഴിവാക്കിയും മറ്റും എത്തിയ വനിതകൾ അടക്കമുള്ളവർ അധികാരികളുടെ നിരുത്തരവാദപരമായ നടപടിയെ തുടർന്ന് ഏറെ നേരം പെരുവഴിയിലായ അവസ്ഥയിലായി. എന്നാൽ നിയമനം നടത്താനുള്ള നടപടികൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുതന്നെയാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും ഉദ്യോഗാർത്ഥികളുടെ ബാഹുല്യം കാരണം മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തതെന്നും KHRWS റീജിയണൽ മാനേജർ IP മുഹമ്മദ് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് MD തീരുമാനിക്കും. ഡയറക്ടർ ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. അടുത്ത് MDയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ എന്താ ചെയ്യുക, MD നിർദ്ദേശപ്രകാരം ചെയ്യും. മെഡിക്കൽ കോളേജ് SI രാജന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സംഘർഷാവസ്ഥ ലഘൂകരിച്ചു. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയത്തിന്റെ ഫലമായി തൊഴിലാളികളും തൊഴിൽ മേഖലയും ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി MV ജയരാജൻ. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU-ന്റെ 4ാം സംസ്ഥാന സമ്മേളന
വിശദാംശങ്ങൾ സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CATU സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 7 കോഴിക്കോട് നടക്കും. CATU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതായി ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി MV ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട 400 പ്രതിനിധികളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. സമ്മേളന നടത്തിപ്പിനായി M ഭാസ്കരൻ ചെയർമാനും PR സോമൻ ജനറൽ കൺവീനറായും സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയത്തിന്റെ ഫലമായി തൊഴിലാളികളും തൊഴിൽ മേഖലയും ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്ന് ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടു വരികയാണ്. തൊഴിലാളി വിരുദ്ധവും കോർപ്പറേറ്റ് അനുകൂലവുമായ നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. BMS സംസ്ഥാന സമ്മേളനം പോലും കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടിനെ വിമർശിച്ചിരുന്നു. 2 ദശകങ്ങളായി തുടരുന്ന ആഗോളവൽക്കരണ നയത്തിന്റെ ദുരന്തമാണിത്. ലോട്ടറി മേഖലയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സേവന നികുതി സർക്കാർ നേരിട്ട് നടത്തുന്ന കേരള ഭാഗ്യക്കുറിയെ തകർക്കുന്നതാണ്. ലോട്ടറി വിൽപ്പന ഒരു സേവനമല്ല. ലോട്ടറി ടിക്കറ്റ് ഒരു ചരക്കുമല്ല. കോടതി പോലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1967 EMS സർക്കാർ ആരംഭിച്ച കേരള ഭാഗ്യക്കുറിയുടെ ലക്ഷ്യം തൊഴിൽ രഹിതരായ പാവപ്പെട്ടവർക്ക് ഒരു തൊഴിൽ നൽകാനും മിച്ചം വരുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനുമായിരുന്നു. കേരളത്തിൽ യാചകരുടെ എണ്ണം കുറഞ്ഞത് സർക്കാരിന്റെ ഭാഗ്യക്കുറി നടത്തിപ്പ് മൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്യസംസ്ഥാന ലോട്ടറി മാഫിയ സംഘം കോടതികളിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച് വരികയാണ്. കേരളത്തിലെ പല നഗരങ്ങളിലും വാടക കെട്ടിടങ്ങൾ സംഘം ഏറ്റെടുത്തു കഴിഞ്ഞു. അന്യസംസ്ഥാന ലോട്ടറിയും ചൂതാട്ടമാണ്. സർക്കാരുകളല്ല, ബിനാമികളാണ് ലോട്ടറി നടത്തുന്നത്. ഉത്സവ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞോടി. തിങ്കളാഴ്ച പുലർച്ചെയാണ് പന്നിയങ്കരയിൽ ആന ഇടഞ്ഞത്. 3.5 കിലോമീറ്റർ ഊടുവഴികളിലൂടെ ഓടിയ ആനയെ കല്ലായി പുഴയോരത്ത് വെച്ച് പാർപ്പാൻമാർ തളച്ചു. വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 4:30യോടെയാണ് കൂടരഞ്ഞി നജ്മുദ്ദീന്റെ മോഹൻ ബാബു എന്ന ആന ഇടഞ്ഞോടിയത്. പന്നിയങ്കരയ്ക്ക് സമീപമുള്ള തളിയാടത്ത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് ആനയെ കൊണ്ടുവന്നത്. പുലർച്ചെ വെടിശബ്ദം കേട്ട് ആന ഇടഞ്ഞോടി. പയ്യാനക്കൽ റോഡിലൂടെ ഓടി ചക്കംകടവിൽ നിന്നും നമ്പയിൽ സ്കൂൾ റോഡിലൂടെ AWH കോളേജ് പരിസരത്തെത്തി. ഇതിനിടയിൽ ആന ചില വീടുകൾക്ക് നേരെയും അക്രമം അഴിച്ചുവിട്ടു. 8:30യോടെ കുണ്ടങ്ങലിൽ കല്ലായി പുഴയോരത്തെ കാട്ടിലെത്തി. പാപ്പാൻമാർ നടത്തിയ ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ മെരുക്കി കൊണ്ടുപോകാനായത്. എരഞ്ഞിക്കൽ അബൂബക്കർ, ചന്ദ്രൻ, കമലം, രാധ, രമേശ് അയ്യർ തുടങ്ങി 10ഓളം ആളുകളുടെ വീടിനും മതിലിനും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് സ്ഥലം കൌൺസിലർ സ്വാമിനാഥൻ പറഞ്ഞു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ AK രാജീവൻ, DFO ആസിഫ്, റേഞ്ച് ഓഫീസർ സുബ്രഹ്മണ്യൻ, പന്നിയങ്കര സബ് ഇൻസ്പെക്ടർ ശിവദാസ് എന്നിവർ സംഭവസ്ഥലത്തെത്തിയിരുന്നു. കോഴിക്കോട് കടിയങ്ങാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിൽ മാതൃകാപരമായ ഒരു വിവാഹം നടന്നു. തന്റെ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാൻ ചെന്നപ്പോൾ കണ്ടുമുട്ടിയ മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹം ഏറ്റെടുത്ത് നടത്തിയാണ് പ്രദേശത്തുകാരനായ CH ഇബ്രാഹിംകുട്ടി മാതൃകയായത്. മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്ന മാതൃക. പേരാമ്പ്ര, കടിയങ്ങാട് ഭാഗങ്ങളിലെ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ് CH ഇബ്രാഹിംകുട്ടി എന്ന പൊതുപ്രവർത്തകൻ. ഇബ്രാഹിംകുട്ടിയുടെ മകളുടെ വിവാഹമായിരുന്നു ശനിയാഴ്ച. വിവാഹം ക്ഷണിക്കാനായി വീടുകൾ കയറുമ്പോഴാണ് നാട്ടുകാരനായ എടവനക്കണ്ടിയിൽ നാരായണൻ നായരെ കണ്ടുമുട്ടിയത്. നാരായണൻ നായർക്ക് പെൺകുട്ടികൾ 3. മൂത്തവളുടെ വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ മകൾ സീനയ്ക്ക് വിവാഹപ്രായമായി. ഇളയവൾ പഠിക്കുന്നു. എങ്കിൽ പിന്നെ തന്റെ മകൾ ഇഷ സബ്രീനയ്ക്കൊപ്പം സീനയുടെ വിവാഹവും നടത്താമെന്നായി ഇബ്രാഹിംകുട്ടി. അങ്ങനെ വരനെ തേടി കണ്ടുപിടിച്ചു. പേരാമ്പ്ര പൈതോത്ത് പുനത്തിൽ നാരായണക്കുറുപ്പിന്റെ മകൻ ഉണ്ണികൃഷ്ണൻ സീനയ്ക്ക് വരനായി. വിവാഹം ഒന്നിച്ചു നടത്താനായിരുന്നു ആഗ്രഹമെങ്കിലും മുഹൂർത്തം കുറിച്ച് കിട്ടിയത് ഞായറാഴ്ച രാവിലെ 11നും 12നും മധ്യേ. അങ്ങനെ ക്ഷേത്രവളപ്പിൽ വെച്ച് ആഘോഷപൂർവ്വം ഉണ്ണികൃഷ്ണൻ സീനയുടെ കഴുത്തിൽ മിന്നുചാർത്തി. വിവാഹത്തിന് സ്വർണ്ണാഭരണങ്ങൾക്കും മറ്റു ചെലവുകൾക്കുമൊപ്പം നാരായണൻ നായരുടെ കുടുംബത്തിനൊരു വീട് കൂടി നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങുകയാണ് ഇബ്രാഹിംകുട്ടി എന്ന പൊതുപ്രവർത്തകൻ. സീനയുടെ അനുജത്തിയുടെ പഠന ചെലവുകളും വഹിക്കും. നേരത്തെ കടിയങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ജീവനക്കാരിക്ക് വീട് വെച്ച് നൽകുകയും ചെയ്തതിനെ തുടർന്ന് ഇബ്രാഹിംകുട്ടിയെ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചിരുന്നു. എന്റെ മകളുടെ കല്യാണമായിരുന്നില്ല. മകളുടെ കല്യാണത്തോടു കൂടി ഇങ്ങനെ കല്യാണത്തിനൊരു ചടങ്ങ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവരെ അമ്പലത്തിൽ അവരെ മുഹൂർത്തം തെറ്റിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ഇന്നാണ് അവർക്ക് മുഹൂർത്തം കിട്ടിയത്. അതുകൊണ്ടാണ് ഇന്നലെ കല്യാണം നടത്താതിരുന്നത്. എനിക്ക് എന്റെ മക്കളെ പോലെയാണ് രണ്ടാളും. അവരെ കല്യാണത്തിന് ഇങ്ങനെ എനിക്ക് ഉണ്ണികൃഷ്ണനെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്റെ അവസരം വിനിയോഗിക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഉണ്ണികൃഷ്ണനും സീനക്കും എല്ലാവിധ ആശംസകളും നേർന്നു.
വിവാഹവേളയിൽ PK ശ്രീമതി ടീച്ചർ MP, ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K കുഞ്ഞമ്മദ് മാസ്റ്റർ, K ബാലനാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്യാമറാമാൻ ജഷാദ് അച്ചുവിനൊപ്പം NP ഷക്കീർ. ജില്ലാ വാർത്തകൾ. കോസ്മോ സ്പോർട്സ് ദേശീയ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 3, 4, 5 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കളിക്കാർ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ MK മുനീർ സംബന്ധിക്കും. സമാപന പരിപാടിയിൽ ജില്ലാ കളക്ടർ N പ്രശാന്ത് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യയിൽ 6 വർഷത്തിനുപുറം പ്രചാരം സിദ്ധിച്ചുവരുന്ന ഗെയിമാണ് ടെന്നീസ് വോളിബോൾ. 16ാമത് ദേശീയ യൂത്ത് സബ് ജൂനിയർ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 3, 4, 5 തീയതികളിൽ കോഴിക്കോട് BK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഒഫീഷ്യൽസ് അടക്കം 600 പേർ ഈ മേളയിൽ പങ്കെടുക്കുമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. MK മുനീറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി ഇന്ത്യയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഗെയിമാണ് ടെന്നീസ് വോളിബോൾ. ഇന്ത്യയ്ക്ക് പുറമെ ജപ്പാൻ, കൊറിയ, തായ്ലാന്റ്, ഇറാൻ, ഇറാഖ്, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ഗെയിം പ്രചാരത്തിലുണ്ട്. ഏപ്രിൽ 4 നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി ഡോക്ടർ MK മുനീർ, A പ്രദീപ്കുമാർ MLA, MK രാഘവൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, കോസ്മോസ് ഗ്രൂപ്പ് ഡയറക്ടർ AK നിഷാദ്, ഗെയിം സ്ഥാപകനായ ഡോക്ടർ വെങ്കിടേഷ് വാൻഗോഗ് തുടങ്ങിയവർ സംബന്ധിക്കും. ഏപ്രിൽ 5 വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ AK നിഷാദ് വിദ്യാർത്ഥികൾക്ക് മെഡലും ട്രോഫികളും നൽകും. കോഴിക്കോട് ജില്ലാ കളക്ടർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഓർഗനൈസിംഗ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. കല്യാൺ സിൽസിന്റെ ഇനോഗ്രേഷൻ തൊടുപുഴ കലക്കി, കുന്നംകുളം കിടുക്കി. പക്ഷെ ആറ്റിങ്ങലുണ്ടല്ല, പൊളക്കുന്നു. പൊളക്കും. കല്യാൺ സിൽക്സ് ഏപ്രിൽ 6 ആറ്റിങ്ങലിൽ ഉദ്ഘാടനം. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. രാഷ്ട്രീയമായി ചേരിതിരിവുണ്ടെങ്കിലും സഹകരണ മേഖലയെ തകർക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ സഹകാരികളാകെ കേരളത്തിൽ ഒന്നിച്ചു നിൽക്കുമെന്ന് മുൻ സഹകരണ മന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. ചേമഞ്ചേരി വനിതാ സഹകരണ സംഘത്തിന്റെ വെങ്ങളത്തെ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേമഞ്ചേരി വനിതാ സഹകരണ സംഘത്തിന്റെ വെങ്കളം കൈരളി ബിൽഡിംഗിലെ നവീകരിച്ച കെട്ടിടം മുൻ കേരള സഹകരണ വകുപ്പ് മന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയമായി ചേരിതിരിവുകൾ ഉണ്ടെങ്കിലും സഹകരണ മേഖലയെ തകർക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ സഹകാരികളാകെ കേരളത്തിൽ ഒന്നിച്ചു നിൽക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നല്ല രാഷ്ട്രീയ ചേരിതിരിവും എതിർപ്പുകളും പരസ്പരമുള്ള മത്സരവും ഒക്കെ ഉണ്ടാകുമെങ്കിലും സഹകരണ മേഖലയെ തകർക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ സഹകാരികളാകെ കേരളത്തിൽ ഒന്നിച്ചു നിൽക്കാറുണ്ട്. അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. ബാങ്ക് പ്രസിഡന്റ് K സൗദാമിനി അധ്യക്ഷം വഹിച്ചു. K ദാസൻ MLA ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. P ചന്ദ്രിക, V സുചിത്ര, P വിശ്വൻ മാസ്റ്റർ, TV ചന്ദ്രഹാസൻ, അനിത മതിലിച്ചേരി, V ഗോപാലൻ, ഇന്ദിരാ വികാസ്, PC സതീഷ് ചന്ദ്രൻ, M നൌഫൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മലപ്പുറം തേഞ്ഞിപ്പലം ആലുങ്ങലിൽ കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട അനിതയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. അനിതയുടെ മരണം കൊലപാതകമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് രമേശ് ബാബു ആണെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. രമേശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഭർത്താവിനൊപ്പം ഉറങ്ങാൻ കിടന്ന തേഞ്ഞിപ്പലം ആലുങ്ങൽ രമേശ് ബാബുവിന്റെ ഭാര്യ അനിതയെ പുലർച്ചെ വീടിനടുത്തെ മാലിന്യക്കുഴിയിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇത് സ്വാഭാവിക മരണമോ ആത്മഹത്യയോ അല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അരയ്ക്ക് താഴെ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്നും കഴുത്തിന് താഴെ മുറിവേറ്റതായും കിടപ്പുമുറിയിൽ രക്തം തളം കെട്ടി കിടന്നിരുന്നുവെന്നതും ഇത് കൊലപാതകമായിരിക്കാമെന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. മൃതദേഹം കണ്ടവരിൽ പലരും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട മലപ്പുറം MSP ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ അനിതയുടെ ഭർത്താവ് രമേശ് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. സംശയിക്കത്തക്ക രീതിയിൽ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് പ്രദേശത്ത് സർവകക്ഷി യോഗം ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
സംഭവത്തിലെ ദുരൂഹത നീക്കി സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകരടക്കമുള്ള നൂറുകണക്കിന് സ്ത്രീകൾ ചേളാരി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അക്ഷയശ്രീയിൽ അംഗങ്ങളായ സ്ത്രീകൾ നട്ടുവളർത്തിയ പച്ചക്കറി കൃഷിത്തോട്ടം സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിക്കുന്നതായി പരാതി. കരുവശ്ശേരി സൂര്യ ഗ്യാസ് ഗോഡൌണിന് സമീപമാണ് കഴിഞ്ഞ ദിവസം ഇരുളിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. ചേവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സേവാഭാരതി കരുവശ്ശേരി യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അക്ഷയശ്രീയിൽ അംഗങ്ങളായ 40ഓളം സ്ത്രീകൾ ഒരു മാസം മുമ്പ് നട്ടുവളർത്തിയ പച്ചക്കറി കൃഷിത്തോട്ടമാണ് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം വെട്ടിനശിപ്പിച്ചത്. ചീര, വെണ്ട, കപ്പ, മത്തൻ, വെള്ളരി ഉൾപ്പെടെ തോട്ടത്തിലുണ്ടായിരുന്ന കൃഷി മുഴുവൻ നാമാവശേഷമാക്കി. സ്വന്തമായി കൃഷി ചെയ്ത് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തരാകുക എന്ന ഉദ്ദേശത്തോടെയാണ് രാവും പകലും ഇവർ കൃഷിയിൽ സജീവമായി പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഇരുളിന്റെ മറവിൽ നടന്ന ആക്രമണത്തിൽ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും കിണറ്റിലെറിഞ്ഞ് കിണറും അശുദ്ധമാക്കിയിട്ടുണ്ട്. അക്ഷയശ്രീ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് ചേവായൂർ സിഐ PK സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 7 മാസം മുൻപ് തകർന്ന കനാൽ സൈഫൺ നിർമ്മാണം പൂർത്തിയായി. 26 മീറ്ററിലാണ് പുതിയ കനാൽ ചേളന്നൂർ 8-2 സമീപം നിർമ്മിച്ചത്. 22 ദിവസം കൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കനാൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചൊവ്വാഴ്ച മുതൽ ഇതിലൂടെ വെള്ളമൊഴുക്ക് തുടങ്ങും. ചേളന്നൂർ 8-2 സമീപം തകർന്ന കനാൽ സൈഫൺ ഔട്ട്ലെറ്റിന് പകരം പുതിയ കനാൽ നിർമ്മിച്ചു. ഈ കനാലിലൂടെ ചൊവ്വാഴ്ച വെള്ളമൊഴുകി തുടങ്ങും. തകർന്ന സൈഫൺ ഔട്ട്ലെറ്റിന് മുൻപിലായി 7 മീറ്റർ താഴ്ചയും 1.5 മീറ്റർ വ്യാസവുമുള്ള കിണർ നിർമ്മിക്കുകയും തുടർന്ന് 26 മീറ്ററിൽ പുതിയ കനാൽ ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അവസാനഘട്ട കോൺക്രീറ്റ് നടത്തി. നേരത്തെ 7 മീറ്ററോളം താഴ്ചയുള്ളതായിരുന്നു സൈഫണിന്റെ ഔട്ട്ലെറ്റ്. വശങ്ങളിൽ നിന്ന് ഇടിഞ്ഞതിനെ തുടർന്ന് ഇത് പൂർണ്ണമായും നീക്കി. 1.90 സെന്റിമീറ്റർ ഉയരത്തിലും 1.5 മീറ്റർ വീതിയിലുമാണ് കനാൽ ഉണ്ടാക്കിയത്. ഇതിന്റെ വശങ്ങൾ കിണറുമായും നേരത്തെയുള്ള കനാലുമായി ബന്ധിപ്പിച്ചു. കിണറിന് 7 മീറ്റർ ഉയരമുണ്ടെങ്കിലും 5.10 മീറ്റർ ഉയരത്തിൽ പുതിയ കനാലുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കനാൽ സൈഫണിലൂടെ വരുന്ന വെള്ളം കിണറിലൂടെ പൊങ്ങി പുതുതായി നിർമ്മിച്ച ഭാഗത്തുകൂടെ നേരത്തെയുള്ള കനാലിനോട് ചേർന്ന് ഒഴുകുന്ന തരത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 22 ദിവസം കൊണ്ടാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. കിണർ നിർമ്മിക്കുന്നതിനിടെ പല ഭാഗങ്ങളിലായി ഇടിഞ്ഞിരുന്നു. ഇതിനാൽ 5 ദിവസം കൊണ്ടാണ് അടിവശത്ത് കോൺക്രീറ്റ് ചെയ്തത്. പല ദിവസങ്ങളിലും രാവിലെ തുടങ്ങിയ പ്രവൃത്തി രാത്രി വൈകി വരെ നീണ്ടു. 1970 കാലഘട്ടത്തിൽ കനാൽ നിർമ്മിച്ച ശേഷം ആദ്യമായാണ് ഈ ഭാഗങ്ങളിൽ വെള്ളം എത്തിക്കാതിരിക്കുന്നത്. നാടെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. യേശുക്രിസ്തു നടത്തിയ രാജകീയ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന ഞായർ ആചരണം. നഗരത്തിലെ വിവിധ ദേവാലയങ്ങളിൽ വചന സന്ദേശങ്ങളും ദിവ്യ ബലികളും ഉണ്ടായിരുന്നു. ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയത്തിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ വെനേർണി കോൺവെന്റിൽ കുരുത്താല വെഞ്ചിരിപ്പും പിന്നീട് പള്ളിയിലേക്ക് പ്രദക്ഷിണവും നടന്നു. ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ ജോൺസൺ അവേരവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാരിഷ് കൌൺസിൽ സെക്രട്ടറി ജോസ് തെയ്യം തിരുത്തി, സ്റ്റാൻലി ഇടപ്പരുത്തി, ജോർജ് പിലാക്കൽ, എഡ്വിൻ പോൾ മണിയമ്പത്ത്, മൈക്കിൾ മണലിൽ, റെജിയം പോൾ, ബൈജു തോപ്പിൽ, സിസ്റ്റർ ഉഷ മേരി, ഷിജോയ് മണലിൽ, നെൽസൺ കല്ലുവെട്ടിപ്പറമ്പിൽ, ജിനു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. അശോകപുരം ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ ഓശാന ശുശ്രൂഷയ്ക്കും കുർബാനയ്ക്കും താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് ചക്കിട്ടാമുറിയിൽ, ഫാദർ ജോർജ് വലിയപാടത്ത്, ഫാദർ അനിൽ ചേന്നമംഗലത്ത്, ഫാദർ ഷൈജു പള്ളത്തിപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കണ്ണൂർ റോഡിലെ സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഫാദർ അലേഷ്യസ് കുളങ്ങര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സജി ജെ മൂലേപ്പറമ്പിൽ വചന സന്ദേശം നൽകി. ഫാദർ ടോം അറക്കൽ, ഫാദർ ജോണി പുതിയാപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ചർച്ചിൽ നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ഫാദർ MJ മാർസലിൻ നേതൃത്വം നൽകി. നടക്കാവ് CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ചിൽ ഓശാനയോടനുബന്ധിച്ച് പ്രത്യേക ഇംഗ്ലീഷ് കുർബാനയ്ക്ക് റവറൻ NK പ്രസാദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാറപ്പൊടി സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ നടന്ന കുരുത്തോല പ്രദക്ഷിണവും കുർബാനയ്ക്കും ഫാദർ തോമസ് പൊരിയത്ത് കാർമ്മികത്വം വഹിച്ചു. ORC പദ്ധതി സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് DIG P. വിജയൻ. ഏപ്രിൽ 8 ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തും. CNN IBN ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന്റെ നിറവിൽ കോഴിക്കോട് പൌരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ ORC പദ്ധതി സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഇന്റലിജൻസ് DIG P. വിജയൻ പറഞ്ഞു. ഏപ്രിൽ 8 ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തും. CNN IBNന്റെ ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച പശ്ചാത്തലത്തിൽ പൌരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളോട് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട കാലമാണിത് എന്ന് വിജയൻ പറഞ്ഞു.
കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരെയാണ് ORC പദ്ധതിയിൽ ചേർക്കേണ്ടത്. രാജ്യത്ത് പ്രതിവർഷം 1000-ഓളം പോലീസുകാർ കർത്തവ്യ നിർവഹണത്തിനിടെ കൊല്ലപ്പെടുന്നു എന്നാണ് കണക്ക്. വിശേഷ ദിവസങ്ങളിൽ പോലും കുടുംബത്തെ വിട്ട് ജോലി ചെയ്യേണ്ട സ്ഥിതിയുണ്ട് പോലീസുകാർക്ക്. ഏറെ കഷ്ടപ്പെട്ട് സാധാരണക്കാരന്റെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്ന പോലീസുകാരെ ആരും ഓർക്കാറില്ലെന്നും തനിക്ക് ലഭിച്ച പുരസ്കാരം അവർക്ക് കൂടി സമർപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. എളമരം കരീം MLA, PV ചന്ദ്രൻ, AK ശശീന്ദ്രൻ, MLA-മാരായ MV ശ്രേയാംസ് കുമാർ, A പ്രദീപ് കുമാർ, ജില്ലാ കളക്ടർ N പ്രശാന്ത്, ഡോക്ടർ സുരേഷ് കുമാർ, CDA ചെയർമാൻ NC അബൂബക്കർ, DCC പ്രസിഡന്റ് KC അബു, PS ശ്രീധരൻപിള്ള, TP രാമകൃഷ്ണൻ, TP ദാസൻ, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ്, PK ഗ്രൂപ്പ് കമ്പനീസ് ചെയർമാൻ PK അഹമ്മദ്, മലബാർ ചേംബർ പ്രസിഡന്റ് CA മോഹനൻ, ഡോക്ടർ K മൊയ്തു തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ബേപ്പൂരിലെ കലാസാംസ്കാരിക കായികരംഗത്ത് നിറഞ്ഞുനിന്ന പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്ന T ദാമോദരൻ മാഷിന്റെയും കല്ലായി ബാലേട്ടന്റെയും ഓർമ്മകളിൽ ബേപ്പൂരിലെ പൊതുസമൂഹം ഒത്തുകൂടി. എടത്തൊടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ നാടക പ്രവർത്തകന്മാരായ T ദാമോദരൻ, കല്ലായി ബാലൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്മൃതി സംഗമം സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ എടത്തൊടി രാധാകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. മുരളി ബേപ്പൂർ വരച്ച T ദാമോദരന്റെ ഛായാചിത്രം തിരക്കഥാകൃത്ത് ദീദി ദാമോദരനും പോൾ കല്ലനോട് വരച്ച കല്ലായി ബാലന്റെ ഛായാചിത്രം ഭാര്യ ചന്ദ്രമതിക്കും കൈമാറി. മജീഷ്യൻ പ്രദീപ് ഹുഡിനോ, മധു മാസ്റ്റർ, ഡോക്ടർ MP പത്മനാഭൻ, CE ചാക്കുണ്ണി, A രത്നാകരൻ, പള്ളത്ത് പത്മനാഭൻ, AK ബാലഗോപാൽ, M രാജഗോപാൽ, കരുവള്ളി ശശി, മുരളി ബേപ്പൂർ എന്നിവർ സംസാരിച്ചു. സുഭാഷ് ചന്ദ്രൻ, T സുരേഷ് ബാബു, PP ജയരാജ്, ഗിരീഷ് കളത്തിങ്ങൽ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ബേപ്പൂർ കലാഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ ONVയുടെ കുഞ്ഞെടുത്തി എന്ന കവിതയെ ആസ്പദമാക്കിയുള്ള നൃത്തശില്പവും ലഘുനാടകവും അരങ്ങേറി. കടലും കുടിലും തൊഴിലും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 8-ന് മത്സ്യമേഖലയിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ മത്സ്യമേഖല ഹർത്താൽ നടത്തും. ഇതിന്റെ ഭാഗമായി പൂവാർ മുതൽ അരൂർ വരെ നടത്തുന്ന മത്സ്യത്തൊഴിലാളി മാർച്ചിന്റെ ജില്ലയിലെ പര്യടനം പൂർത്തിയായി. തീരദേശവാസികളുടെ നീറുന്ന വേദനകളും പ്രശ്നങ്ങളും തൊട്ടറിഞ്ഞ് മത്സ്യത്തൊഴിലാളി സമര സന്ദേശ ജാഥ ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. ഏപ്രിൽ 8-ന്റെ തീരദേശ ഹർത്താലിന്റെ പ്രചരണാർത്ഥം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂട്ടായി ബഷീർ നയിക്കുന്ന വടക്കൻ മേഖല കാൽനട പ്രചരണ ജാഥ എലത്തൂരിലെ പുതിയതിനത്തു നിന്നും പര്യടനം തുടങ്ങി. വിവിധ കേന്ദ്രങ്ങളിലെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ജാഥ ചാലിയത്ത് സമാപിച്ചു. പുതിയാപ്പയിലെ മുഖവൻകണ്ടിയിലായിരുന്നു ആദ്യ സ്വീകരണം. K രതീഷ് അധ്യക്ഷം വഹിച്ചു. കൺവീനർ MP പ്രസാദ് സ്വാഗതം പറഞ്ഞു. കോന്നാട് ബീച്ചിൽ KP ജയൻ അധ്യക്ഷനായിരുന്നു. T സുജൻ സ്വാഗതം പറഞ്ഞു. വെള്ളയിൽ ഹാർബറിൽ NC അഹമ്മദ് അധ്യക്ഷം വഹിച്ചു. NP ഫിറോസ് സ്വാഗതം പറഞ്ഞു. ചക്കുംകടവിൽ മേലടി നാരായണൻ അധ്യക്ഷം വഹിച്ചു. കയ്യെടുത്തോടിൽ KV ശിവദാസൻ അധ്യക്ഷം വഹിച്ചു. K ദേവരാജൻ സ്വാഗതം പറഞ്ഞു. ബേപ്പൂർ മണ്ഡലം അതിർത്തിയായ കോയവളപ്പിൽ നിന്ന് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സ്വീകരണ കേന്ദ്രമായ കയ്യെടുത്തോടിയിലേക്ക് വൻ റാലിയായി ആനയിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം V ബാലകൃഷ്ണൻ, ഏരിയ സെക്രട്ടറി M ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ചാലിയത്ത് ജില്ലാതല സമാപന സമ്മേളനം ഏരിയ സെക്രട്ടറി M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ K ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. M മുസ്തഫ സ്വാഗതം പറഞ്ഞു. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റനായ കൂട്ടായി ബഷീർ, വൈസ് ക്യാപ്റ്റന്മാരായ CP കുഞ്ഞിരാമൻ, T രഘുവരൻ, A സഫറുള്ള, മാനേജർ KK രമേശൻ,
ജാഥ അംഗങ്ങളായ VV അനിത, M ബാപ്പുട്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP രാംദാസ്, ജില്ലാ സെക്രട്ടറി VK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. വെനീസിന്റെ സൗന്ദര്യവും തിറയുത്സവത്തിന്റെ ഗാംഭീര്യവും പുരാണ കഥകളുടെ വൈവിധ്യവും ചിത്രീകരിക്കുന്ന മേക്കയിൽ ദാസിന്റെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. എണ്ണച്ചായത്തിലും അക്രിലിക്കിലും തീർത്ത 32 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. പ്രകൃതി സംരക്ഷണത്തിനുള്ള ആഹ്വാനവുമായി ദാസൻ മേക്കയിലിന്റെ ചിത്രപ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നു. പച്ചപ്പിന്റെ സൗന്ദര്യമുള്ള 22 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. പ്രൊഫസർ ശോഭീന്ദ്രൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ജലച്ചായത്തിലാണ് മിക്ക ചിത്രങ്ങളും ഒരുക്കിയത്. കേരളത്തിന്റെ പ്രകൃതി ഭംഗി ചിത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യവും മീനച്ചിലാറിക്കൂടിയുള്ള ബോട്ട് യാത്രയും മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. മലബാറിന്റെ തനത് തിറയോത്സവമാണ് മറ്റൊരു ക്യാൻവാസിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രകൃതിയെ നിലനിർത്തണം എന്ന ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതായത് അടുത്ത തലമുറക്കും ഈ പ്രകൃതി കൈമാറണം, നമ്മളെ കുട്ടികൾക്ക്, ഭാവി തലമുറയിൽ വരുന്ന കുട്ടികൾക്കും ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ പ്രകൃതി. അതിന്റെ ഭാഗമാണ് മീനച്ചിലാറ് അതെല്ലാം ഒരുക്കിയത്. റിസോർട്ടുകൾ മിക്കവാറും ഞാൻ കണ്ട റിസോർട്ടുകൾ ഓരോ ചിത്രത്തിൽ കൂടി വെള്ളത്തിന്റെ പ്രാധാന്യം, അത് പഞ്ചഭൂതാത്മകമായ അതിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളിച്ചും കൊണ്ട് പ്രകൃതി ഭംഗി കൂടാതെ പുരാണങ്ങളിലെ ചില മുഹൂർത്തങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. KSCBയിൽ നിന്നും സീനിയർ സൂപ്രണ്ടായി വിരമിച്ച ചേളന്നൂർ സ്വദേശിയായ ദാസൻ മേക്കയിൽ പൊയിൽ ഭഗവതി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചുവർ ചിത്രം വരച്ചിട്ടുണ്ട്. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്. ബേപ്പൂർ വെസ്റ്റ് BC റോഡ് റെസിഡൻസ് അസോസിയേഷൻ കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ T രജനി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് NK ബാബു അധ്യക്ഷം വഹിച്ചു. SI AP ജയകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റെസിഡൻസ് കോർഡിനേഷൻ പ്രസിഡന്റ് എടത്തൊടി മുരളീധരൻ, മുരളി ബേപ്പൂർ, കരുവള്ളി ശശിധരൻ, TP രാമചന്ദ്രൻ, PV രാധാകൃഷ്ണൻ, NV രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഉത്സവ വിശേഷങ്ങൾ. തമ്പി റോഡ് മുതുകത്തിൽ ശ്രീ ഭഗവതി കാവിലെ തിറ താലപ്പലി മഹോത്സവം ഭക്തിസന്ത്രമായി നടന്നു. ആദ്യ ദിനം സന്ധ്യാവേല, അന്ത്യവെള്ളാട്ട്, വിവിധ നൃത്തനൃത്യങ്ങൾ എന്നിവ നടന്നു. ഉത്സവ ദിനം ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. കരുമകൻകാവ് ക്ഷേത്രത്തിൽ നിന്നും കലശം പുറപ്പാട്, പ്രസാദൂട്ട്, വെള്ളാട്ട്, താലപ്പലിക്ക് ശേഷം തിറകൾ എന്നിവ നടന്നു. ക്ഷേത്ര രക്ഷാധികാരികളായ N രാജൻ, K ദാമോദരൻ, പ്രസിഡന്റ് TK ദിനിൽകുമാർ, സെക്രട്ടറി E ബാബുരാജ്, ഖജാൻജി V രവീന്ദ്രൻ എന്നിവ ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. പാർട്ടി വിരുദ്ധ പ്രവർത്തനവും അച്ചടക്ക രാഹിത്യവും നടത്തിയ പ്രശാന്ത് ഭൂഷൺ, യോഗേന്ദ്ര യാദവ്, പ്രൊഫസർ അനന്തകുമാർ, അജിത് ഝാ എന്നിവരെ നാഷണൽ എക്സിക്യൂട്ടീവിൽ നിന്നും പുറത്താക്കിയ തീരുമാനത്തെയും ഒപ്പം അഡ്മിറൽ രാംദാസിനെ ലോക്പാൽ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്ത നടപടിയെയും പിന്തുണയ്ക്കുന്നുവെന്ന് ജില്ലാ ആം ആദ്മി പാർട്ടി ക്യാമ്പയിൻ കമ്മിറ്റി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും അനുഭാവികളും കേജ്രിവാളിന്റെ നേതൃത്വത്തിന് കീഴിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 2 ലോക ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി വാക്ക് ഫോർ ഓട്ടിസം, കൈറ്റ് ഫ്ലൈയിംഗ്, സെമിനാർ, ഓട്ടിസം സിനിമ ഫെസ്റ്റ്, മൊബൈൽ എക്സിബിഷൻ എന്നിവ ഏപ്രിൽ 1 മുതൽ 8 വരെ നടത്തും. ഓട്ടിസം ബോധവൽക്കരണ എക്സിബിഷൻ PRD ഡെപ്യൂട്ടി ഡയറക്ടർ വേലായുധനും, വാക്ക് ഫോർ ഓട്ടിസം കലക്ടർ N പ്രശാന്തും, ഓട്ടിസം സെമിനാർ ടൌൺ ഹാളിൽ സാമൂഹ്യനീതി മന്ത്രി MK മുനീറും, മാനാഞ്ചിറ സ്ക്വയറിൽ ഫിലിം ഫെസ്റ്റിവൽ പുരുഷൻ കടലുണ്ടി MLAയും ഉദ്ഘാടനം ചെയ്യും. ബീച്ചിൽ ഓട്ടിസം ബോധവൽക്കരണ കൈറ്റ് ഫ്ലൈയിംഗും നടത്തും. ലോക ഓട്ടിസം അവബോധ ദിനത്തോടനുബന്ധിച്ച് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ്, ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്, പ്രസ് ക്ലബ്ബ് തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടത്തുന്നത്. പുതിയറ കല്ലുത്താൻകടവ് പുത്തലത്ത് കണ്ണാശുപത്രിയും സിറ്റി ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ADGP ശങ്കർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. അശോകൻ ആലപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റിക്കർ പ്രകാശനം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത് നിർവഹിച്ചു. സൌജന്യ കണ്ണട വിതരണ ഉദ്ഘാടനം എയ്സ് മോട്ടോഴ്സ് MD നിത്യാനന്ദ കമ്മത്ത് നിർവഹിച്ചു. ഡോക്ടർ സുരേഷ് പുത്തലത്ത്, TV നൌഷാദ്, TK അഖിൽനാഥ്, PA ഗോപിനാഥൻ, N വാസുദേവൻ, A മുഹമ്മദ് കോയ, T ഉദയകുമാർ, VKV നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയത്തിന്റെ ഫലമായി തൊഴിലാളികളും തൊഴിൽ മേഖലയും പ്രതിസന്ധി നേരിടുകയാണെന്ന് MV ജയരാജൻ. കോഴിക്കോടിനടുത്ത പന്നിയങ്കരയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞോടി, വീടുകൾക്ക് നാശനഷ്ടം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം, DYFI റീജിയണൽ മാനേജരെ ഉപരോധിച്ചു.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ.